നമ്മളൊക്കെ ചെയ്ത് കൂട്ടിയതിൻ്റെ പരിണിത ഫലമാണ് ഇന്നത്തെ ജനറേഷൻ അനുഭവിക്കുന്നത്. ആർക്കും കെട്ടണ്ട, പെൺകുട്ടിയൊക്കെ എസ്പെഷ്യലി കല്യാണമേ കഴിക്കണ്ട, എല്ലാവർക്കും സിംഗിൾ ലൈഫാ. പഠിക്കുക, ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക, ഒറ്റയ്ക്ക് ജീവിക്കാം, അല്ലേ? മനുഷ്യനാണ്, പെണ്ണും ആണുമാണ്. സ്വതചിത്തമായ ചേഞ്ചസ് ശരീരത്തിന് സംഭവിക്കുന്നുണ്ട്. ഈസ്ട്രജൻ ഹോർമോണും ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണും ഉണ്ടാവും. സെക്ഷുവാലിറ്റി, ലൈംഗികത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെത്തും. അത് ഫുൾഫിൽ ചെയ്യാൻ പിന്നെ ഡേറ്റിങ്ങിനും ലിവിങ് ടുഗദറിനും ഹോമോസെക്ഷുവാലിറ്റിക്കും ബൈസെക്ഷുവാലിറ്റിക്കും പോണ്ടി വരും അവർ. ഇതിനൊക്കെ കാരണക്കാരാരാ? നമ്മളാണ് എങ്കിൽ ചിന്തിക്കണം. മക്കൾ പറയണം, എൻ്റെ ഉപ്പയെപ്പോലെ എൻ്റെ പെൺകുട്ടി പറയണം, എൻ്റെ ഉപ്പയെപ്പോലെ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും സംരക്ഷിക്കുകയും എൻ്റെ ഉമ്മയുടെ കുടുംബത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിന് എനിക്ക് കിട്ടണമെന്ന് നമ്മളെ പെൺകുട്ടികൾ ആഗ്രഹിക്കണമെങ്കിലേ വാപ്പ അങ്ങനെ ആവണം. നമ്മൾ ആൺമക്കൾ ആഗ്രഹിക്കണം, എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ആദരിക്കുകയും എൻ്റെ ഉപ്പയുടെ കുടുംബത്തെ ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് പോലെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് കിട്ടണം നമ്മൾ ആൺകുട്ടികളും പറയണമെങ്കിലേ പുരയിലത് ഉണ്ടാവണ്ടേ. അല്ലാണ്ട് കൗൺസിലിംഗ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല, എന്നെയാളെ സൈക്യാട്രിക് മെഡിസിൻ കൊടുത്തിട്ടും കാര്യമില്ല. പെൺകുട്ടികളും ആൺകുട്ടികളും കല്യാണം കഴിക്കൂല. പുരയിൽ നല്ല സ്നേഹം കാണിക്കണം. എങ്കിൽ മാത്രമേ മക്കൾക്ക് ഏറ്റവും മികച്ച രക്ഷാകർതൃത്വം കൊടുത്തു എന്ന ആത്മനിർവൃതിയിലേക്ക്, ആത്മസംതൃപ്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഓരോ ബാധ്യതകളും ഓരോ നിമിഷം പ്രാർത്ഥിക്കൽ അങ്ങനെ കുറത്തഴയൻ കൺകുളിർമയേകണമേ എന്ന് എൻ്റെ ഇണയിൽ നിന്നും മക്കളിൽ നിന്നും എല്ലാ ബന്ധങ്ങളിൽ നിന്നും എനിക്ക് കൺകുളിർമയേകണമേ നമ്മൾ ഓരോ നേരം പ്രാർത്ഥിക്കും. അത് വെറുതെ അങ്ങോട്ട് കിട്ടൂല. കൺകുളിർമ കുറച്ച് നയിക്കാനുണ്ട്.